ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ നക്ഷത്ര ജാതകർ തുലാം മാസത്തിൽ വട്ടപൂജ്യത്തിൽ നിന്നും കുതിച്ചുയരുവാൻ പോകുന്നു. നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും. വിലപ്പെട്ട സമ്മാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന കാലമാണ്. ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന കണ്ണീരിനും കഷ്ടപ്പാടിനുമെല്ലാം വിട പറയുവാൻ സാധിക്കും. ഈ വരുന്ന ഒക്ടോബർ 18 ശനിയാഴ്ചയാണ് തുലാം 1-ാം തീയതി വരുന്നത്. തുലാം മാസത്തിന് 30 ദിവസങ്ങളേ ഉള്ളൂ, നവംബർ 16 വരെ. നവംബർ 17 വൃശ്ചിക മാസം ആരംഭിക്കും. ആദിത്യൻ തുലാം രാശിയിൽ ചിത്തിര, ചോതി, വിശാഖം, ഞാറ്റുവേലകളിലായി സഞ്ചരിക്കുന്നു. ആദിത്യൻ്റെ നീചക്ഷേത്രമാണ് ഈ തുലാം രാശി. ദുർബലമായ അവസ്ഥയിലാണ് ആദിത്യൻ. മേടമാസം 10 ആദിത്യൻ പരമോച്ചയായ മേടപ്പത്ത്, അതായത് 10-ാം ഉദയം നാം കൊണ്ടാടുന്നു. തുലാമാസം 10-ാം തീയതി ആദിത്യൻ്റെ ബലം ഏറ്റവും നിസാരതയിലെത്തുന്ന കാലമാണ്. ഇതിനെ നാം പരമനീചം എന്നാണ് വിളിക്കുന്നത്. മാസാരംഭത്തിൽ ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിലാണ്. തുലാം 3 നരക ചതുർദശി അഥവാ ദീപാവലി നാം ആഘോഷിക്കുന്നു. തുലാം വാവ് അഥവാ തുലാം മാസത്തിലെ അമാവാസി വരുന്നത് തുലാം 4-നാണ്. ഒക്ടോബർ 21 ചൊവ്വാഴ്ചയാണ്. പിറ്റേന്ന് മുതൽ കാർത്തിക മാസം, അതായത് ചാന്ദ്രവർഷം ആരംഭിക്കും. വെളുത്തവാവ് അഥവാ പൗർണമി തുലാം 19, അതായത് നവംബർ 5-നാണ്. വ്യാഴം തുലാം 1, അതായത് ഒക്ടോബർ 18 ശനിയാഴ്ച ഉച്ചരാശിയായ കർക്കിടകത്തിൽ പ്രവേശിക്കുന്നു. വ്യാഴം അതിചാരം എന്ന അവസ്ഥയിലാണ്. 49 ദിവസങ്ങളാണ് കർക്കിടകം രാശിയിലുണ്ടാകുക. ഡിസംബർ 5 വക്രഗതിയായി വീണ്ടും മിഥുനം രാശിയിൽ പ്രവേശിക്കും. ശനി മീനം രാശിയിൽ വക്രഗതിയിലാണ്. തുലാം മാസം മുഴുവൻ വക്രഗതി തുടരുന്നതാണ്. പോരുരുട്ടാതി 4-ാം പാദത്തിലാണ് ശനിയുടെ വക്രസഞ്ചാരം. രാഹു കുംഭം രാശിയിൽ പോരുരുട്ടാതി 2-1 പാദങ്ങളിൽ പിൻഗതിയായി തുടരും. കേതു ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിലാണ്. തുലാം മാസ തുടക്കത്തിൽ ശുക്രൻ നീചക്ഷേത്രമായ കന്നിയിലാണ്. തുലാം 16 ശുക്രൻ തുലാം രാശിയിൽ പ്രവേശിക്കും. ബുധൻ 4-ാം രാശിയിലാണ് മാസാദ്യം. തുലാം 7 വൃശ്ചികം രാശിയിൽ പ്രവേശിക്കും. ചൊവ്വ മാസാദ്യം തുലാം രാശിയിലാണ്. തുലാം 10 വൃശ്ചികത്തിൽ പ്രവേശിക്കുന്നു. ചൊവ്വയും ബുധനും തുലാം രാശിയിൽ യോഗം ചെയ്തിരുന്നത് പോലെ വൃശ്ചിക രാശിയിലും യോഗം ചെയ്യുന്നുണ്ട്. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ തുലാം മാസത്തിലെ നക്ഷത്ര ഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ 7-ൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങൾക്ക് വളരെയധികം അലച്ചിലുണ്ടാകുന്ന കാലമാണ്. കാര്യസാധ്യത്തിന് വളരെയധികം വിയർപ്പൊഴുക്കേണ്ടി വരും. സമയബന്ധിതമായ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ വളരെ കഷ്ടപ്പാട് വേണ്ടിവരുന്ന കാലമാണ്. കൂട്ടുകച്ചവടം നടത്തുന്നവർക്ക് പരസ്പര വിശ്വാസം നഷ്ടമാകുവാൻ ഇടയുള്ള കാലമാണ്. നിങ്ങളുടെ വിദേശ യാത്രയ്ക്കായുള്ള അവസരം തെളിഞ്ഞു കിട്ടും. ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ വെല്ലുവിളികൾ ഉയരുന്നതാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ ശുഷ്കാന്തി വളരെയധികം കുറയുന്നതാണ്. കളികളിലും വിനോദങ്ങളിലും നിങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കും. വീട്ടിലെ സമാധാനം ഉണ്ടാകുന്ന കാലം കൂടിയാണ്. ജീവിത പങ്കാളിയുടെ പിന്തുണ എല്ലാവിധ കാര്യങ്ങളിലും നിങ്ങൾക്ക് കരുത്ത് സമ്മാനിക്കും. പ്രണയകാര്യത്തിൽ നിങ്ങളുടെ വീട്ടുകാരുടെ എതിർപ്പ് കുറയുന്നതാണ്. പുതിയ വാഹനം വാങ്ങുവാനോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ വാഹനം അറ്റകുറ്റപ്പണി തീർത്ത് നിരത്തിലിറക്കുവാനോ കഴിയുന്നതാണ്. വസ്തു തർക്കങ്ങൾക്ക് രമ്യമായ പരിഹാരമുണ്ടാകും. അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് പരക്കെ സ്വീകാര്യത കിട്ടുന്ന കാലം കൂടിയാണ്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. ചൊവ്വ, ആദിത്യൻ, ശനി, കേതു എന്നിങ്ങനെ പാപഗ്രഹങ്ങൾ അനുകൂലമല്ലാത്ത ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ സമ്മർദ്ദങ്ങൾ വളരെയധികം ഉണ്ടാകും. നിലവിലെ തൊഴിൽ ഉപേക്ഷിച്ച് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നത് ക്ലേശത്തിന് കാരണമാകും. ആത്മാർത്ഥമായ പ്രവർത്തനം മേലധികാരികൾ കണ്ടില്ലെന്ന് നടിക്കുന്ന കാലമാണ്. അനർഹരായ ആളുകൾക്ക് നിങ്ങൾക്കുള്ള അവസരങ്ങൾ അവർ നേടുന്നതിൽ
വിഷമത്തിന് ഇടവരുത്തും. ഗവേഷണത്തിൽ ആലസ്യമുണ്ടാക്കും. ഗൃഹനിർമ്മാണം പുരോഗതി ഭവിക്കുന്നതാണ്. പുതുവാഹന യോഗം കാണുന്നു. സകുടുംബം ജന്മനാട്ടിലേക്ക് പോകുവാനും കുടുംബക്ഷേത്രത്തിൻ്റെ ഉത്സവാദികളിൽ സംബന്ധിക്കുവാനും കഴിയുന്നതാണ്. പ്രണയത്തിൻ്റെ കാര്യത്തിൽ കയ്പ് രസം കലരുന്നതാണ്. ദാമ്പത്യത്തിൽ നിങ്ങൾക്ക് സാമാന്യമായ സംതൃപ്തി പ്രതീക്ഷിക്കാം. രഹസ്യ വരുമാന മാർഗങ്ങൾ വർദ്ധിക്കുവാൻ ഇടയുള്ള കാലമാണ്. സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങൾ വന്നുചേരും. മാസത്തിൻ്റെ രണ്ടാം പകുതി കൂടുതൽ ഗുണകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. മേടരാശിക്കാർക്ക് തൊഴിൽപരമായി സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. യാത്രകൾ ക്ലേശകരമായി ഭവിക്കുന്നതാണ്. നിങ്ങളുടെ ജോലി ഭാരത്തിന് അയവുണ്ടാകുന്ന കാലമല്ല. ബിസിനസ് രംഗത്ത് കരുതിയത്ര മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയുന്ന കാലം കൂടിയല്ല. തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ വളരെയധികം തടസ്സങ്ങൾ വന്നു ചേരും. ഗാർഹിക അന്തരീക്ഷം വളരെയധികം മെച്ചപ്പെടുന്നതാണ്. പ്രധാന കാര്യങ്ങൾക്ക് കുടുംബത്തിന് പിന്തുണ ലഭിക്കാം. ഇടവ രാശിക്കാർക്ക് ജോലിയിൽ സുഗമത പ്രതീക്ഷിക്കാവുന്നതാണ്. അന്തരീക്ഷം നിങ്ങൾക്ക് എല്ലാ രീതിയിലും അനുകൂലമാകും. സർക്കാരിൽ നിന്നുമുള്ള അനുമതി പത്രം ലഭിക്കുന്നതാണ്. എതിർപ്പുകളെയെല്ലാം അവഗണിച്ചുകൊണ്ട് മുന്നേറുവാൻ സാധിക്കുന്നതാണ്. കലാരംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം ഒഴിവായി കിട്ടും. അവിവാഹിതരുടെ വിവാഹ കാര്യത്തിൽ ശുഭകരമായ തീരുമാനം ഭവിക്കുന്നതാണ്. ചെറുപ്പക്കാരിൽ സമ്പാദ്യശീലം ദൃശ്യമാകും. സഹോദര ആനുകൂല്യം പ്രതീക്ഷിക്കാം. വ്യവഹാരങ്ങൾ നീളുന്നത് മനസ്സിനെ വിഷമിപ്പിക്കുന്നതാണ്. പൊതുവെ നക്ഷത്രാധിപന് നീചസ്ഥിതിയാകിയാൽ അല്പം കരുതൽ വേണ്ട കാലം കൂടിയാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ, ചൊവ്വ എന്നിവർ 6-ാം ഇടത്തിലും ശനി 11-ലും സഞ്ചരിക്കുന്നതിനാൽ ജീവനോപാധികൾ സുഗമമാകും. സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കുന്നതാണ്. പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ സാധിക്കും. സാമ്പത്തികമായ തടസ്സങ്ങൾക്ക് പോംവഴി തെളിഞ്ഞു കിട്ടും. കച്ചവടത്തിൽ നിങ്ങൾക്ക് ലാഭം വർദ്ധിക്കുന്ന കാലമാണ്. നിക്ഷേപങ്ങൾക്ക് അവസരം സംജാതമാക്കും. നിങ്ങളുടെ തൊഴിൽ സൗഹൃദങ്ങൾ പുഷ്ടിപ്പെടുന്ന കാലം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് ബുധ അനുകൂലത്താൽ പഠിപ്പിൽ മുന്നേറുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ സ്വതസിദ്ധമായ കഴിവുകളെക്കുറിച്ചുള്ള അവബോധം വളരും. വ്യാഴം 3-ാം ഭാവത്തിൽ ഉച്ചനാവുകയാൽ ഗുണപുഷ്ടി ഉണ്ടാകുന്നതാണ്. സഹോദരങ്ങൾ ഐക്യപ്പെടും. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ ഭൂമി വ്യാപാരം തടസ്സപ്പെടുവാൻ ഇടയുണ്ട്. സ്നേഹബന്ധത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉയരുന്നതാണ്. ജീവിതശൈലി രോഗങ്ങൾക്ക് ചികിത്സ വേണ്ടി വരുന്നതാണ്. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. ഇടവ രാശിക്കാർക്ക് ആദിത്യ സഞ്ചാരം ഗുണകരമാക്കുന്ന കാലമാണ്. കർമ്മരംഗം വളരെയധികം പുഷ്ടിപ്പെടും. തൊഴിൽ തേടുന്നവർക്ക് നിങ്ങളുടെ കഴിവിനൊത്ത അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. സംരംഭങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടതായ അംഗീകാരവും അതുമല്ലെങ്കിലോ രജിസ്ട്രേഷനോ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ തടസ്സങ്ങളെയെല്ലാം തൃണവൽക്കരിക്കുവാൻ സാധിക്കും. മാസത്തിൻ്റെ പകുതിയിൽ ചൊവ്വയും കൂടി 6-ാമിടത്തുള്ളതിനാൽ വ്യവഹാരങ്ങളിൽ വിജയം ഉറപ്പാണ്. ഭൂമി വിൽക്കുവാനോ വാങ്ങുവാനോ സാധിക്കും. മിഥുന രാശിക്കാർക്ക് വ്യാഴം 2-ൽ സഞ്ചരിക്കുന്നതിനാൽ പലതരം നേട്ടങ്ങൾ കരഗതമാകുന്ന കാലമാണ്. നിങ്ങളുടെ ധനാഗമം ഉയരും. സംഭാഷണ ശൈലി ബഹുമാനം സമ്മാനിക്കുന്നതാണ്. ഉലഞ്ഞ കുടുംബ ബന്ധങ്ങൾ സുദൃഢമാകുന്ന കാലം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് പഠന വ്യഗ്രത വന്നതും ബിസിനസ്സിൽ വളർച്ച വരുന്നതാണ്. നിങ്ങളുടെ പ്രണയ ബന്ധങ്ങൾ ദൃഢമാകുന്ന കാലമാണ്. കലാ സാഹിത്യ പ്രവർത്തനങ്ങൾ അഭംഗരമാകുവാനും ഇടവരും. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. വ്യാഴം 2-ൽ സഞ്ചരിക്കുന്നത് നേട്ടങ്ങൾക്ക് കാരണമാകും. കുറേ മാസങ്ങളായി അനുഭവിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അയവുണ്ടാകും. വിദ്യാഭ്യാസത്തിൽ താല്പര്യം വർദ്ധിക്കും. സംരംഭങ്ങൾക്ക് തുടക്കമിടുവാൻ കഴിയുന്നതാണ്. പുതിയ ജോലി തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയും. മേലധികാരികൾ നിങ്ങൾക്ക് വിരോധിക്കുവാൻ ഇടയുണ്ട്. സർക്കാർ കാര്യങ്ങളിൽ തടസ്സത്തിനുള്ള സാധ്യതയുണ്ട്.
വ്യവസായത്തിൻ്റെ രജിസ്ട്രേഷൻ നീളാം. മാസത്തിൻ്റെ രണ്ടാം പകുതിക്ക് ശേഷം ഭൂമി വിൽപ്പനയിൽ ഉണർവ് ഭവിക്കുന്നതാണ്. പുതിയ കാര്യങ്ങൾ പഠിച്ചറിയുവാനുള്ള ആർജവമുണ്ടാകും. ചൊവ്വ ബുധയോഗത്താൽ നിർബന്ധ ബുദ്ധി കാട്ടുന്നതാണ്. ഇതുമൂലം ചില ബന്ധുക്കൾ ശത്രുക്കളാകുവാൻ ഇടവരുന്നതാണ്. മകൻ്റെ ജോലി സംബന്ധമായി മനക്ലേശം ഭവിക്കാം. ദാമ്പത്യത്തിൽ സൂര്യക്കേടുകൾ കുറയുന്ന കാലമാണ്. ക്ഷേത്ര ആരാധനകൾക്ക് മുടക്കം സംഭവിക്കുന്ന കാലമല്ല. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. വ്യാഴം രാശി മാറുന്നുണ്ടെങ്കിലും പുണർതം നാലാം പാദത്തിൽ തന്നെ തുടരുകയാണ്. മിഥുന രാശിക്കാർക്ക് താത്വികമായി വ്യാഴം രണ്ടാം ഭാവത്തിലാണെന്ന് കരുതാം. ചെറിയ സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും. പുതു കാര്യങ്ങൾ തുടങ്ങുവാൻ സാധിക്കുന്ന കാലമാണ്. നിങ്ങൾക്ക് തൊഴിലിടത്തിലും ഗൃഹത്തിലും സമാധാനം പുലരുന്നതാണ്. ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയും. പഠന ഗവേഷണാദികളിൽ ദിശാബോധം കൈവരും. സംഘടനകളുടെ നേതൃത്വത്തിലേക്ക് ഉയർത്തപ്പെടാം. ദാമ്പത്യത്തിൽ സംതൃപ്തി ഭവിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ കരുതലുണ്ടാകേണ്ട കാലമാണ്. ആദിത്യനും ചൊവ്വയും അഞ്ചാമിടത്തും വക്രശനി പത്താമിടത്തും സഞ്ചരിക്കുന്നതിനാൽ മനക്ലേശമുണ്ടാകും. സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരുന്ന കാലമാണ്. പുണർത്തം കർക്കിടക കൂറുകാർക്കും സ്ഥിതി വ്യത്യസ്തമല്ല. അധ്വാന ഭാരം വർദ്ധിക്കുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ശനി വക്രഗതിയിൽ തുടരുന്ന കാലമാണ്. പല കാര്യങ്ങളിലും പുനരാലോചന വേണ്ടിവരും. മുന്നോട്ട് വെച്ച കാൽ പിന്നിട്ടെടുക്കേണ്ട സ്ഥിതിയുണ്ടാകും. ആദ്യത്തെ നാലാമിടത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മാനസികമായ സമ്മർദ്ദം വർദ്ധിക്കുന്നതാണ്. ചൊവ്വയും ആദിത്യനും യോഗം ചെയ്യുന്നത് ഗാർഹികമായ സ്വസ്ഥത കുറവിന് കാരണം വന്നേക്കാം. തീരുമാനങ്ങൾ ഏകപക്ഷീയമാണെന്നുള്ള വിമർശനം ഉയരുന്നതാണ്. വാഹനം കൈകാര്യം ചെയ്യുന്ന ആളുകൾ ജാഗ്രത പുലർത്തേണ്ടതാണ്. ഗൃഹനിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എടുക്കും. സാമ്പത്തികമായ ബാധകൾ കൂടാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലം കൂടിയാണ്. ബുധനും ശുക്രനും അനുകൂലത്തിലാകയാൽ മംഗളകർമ്മങ്ങൾക്ക് ചുക്കാൻ പിടിക്കുവാൻ സാധിക്കും. വിദ്യാഭ്യാസം സ്ഥിരതയാർജിക്കും. കലകൾ പഠിക്കുവാനുള്ള അവസരം കൈവരുന്നതാണ്. ഭോഗസുഖമുണ്ടാകും. വ്യാഴത്തിൻ്റെ ജന്മസ്ഥിതിയാൽ സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകുന്ന കാലം കൂടിയാണ്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. ജന്മവ്യാഴം സ്വസ്ഥതക്കുറവിന് കാരണമാകും. വഹിച്ചു പോരുന്ന പദവികൾക്ക് വെല്ലുവിളികൾ ഉയരുവാൻ ഇടയുണ്ട്. നക്ഷത്രാധിപനായ ബുധന് കുജസൂര്യയോഗം വരുന്നത് സുഹൃത്തുക്കളാൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം വരാം എന്നതിൻ്റെ സൂചനയാണ്. ശില്പം, ഗാനം, അഭിനയം, കവിത, ചർച്ച, പ്രഭാഷണം, അഭിഭാഷക വൃത്തി, അധ്യാപനം എന്നിവയുമായി ബന്ധപ്പെട്ട കർമ്മ മേഖലയിൽ വളരെയധികം ശോഭിക്കുവാൻ കഴിയുന്നതാണ്. വീട് പണിക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കും. ധനസഹായം പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ അനുരഞ്ജനം അനിവാര്യമായ കാലഘട്ടമാണ്. മകൻ്റെ പഠിപ്പിൽ ഉദാസീനത കണ്ടെത്തും. പഠന സഹായികൾ വാങ്ങി നൽകേണ്ടി വരും. പാരമ്പര്യമായി ചെയ്തു വന്നിരുന്ന തൊഴിലിൽ നിന്നും ചെറിയ ആദായം പ്രതീക്ഷിച്ചാൽ മാത്രം മതിയാകും. കരാർ വ്യവസ്ഥകൾക്കുമേൽ താൽക്കാലിക ജോലി ലഭിക്കുന്നതാണ്. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സാ മാറ്റം വളരെയധികം ഗുണകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ മൂന്നാം ഭാവത്തിലാകിയാൽ ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാനും നിർവഹണത്തിലെത്തിക്കുവാനും സാധ്യമാകും. ആത്മവിശ്വാസം പന്തലിക്കുന്നതാണ്. നിങ്ങളുടെ ക്രിയയും ഇച്ഛയും ജ്ഞാനവും ഏകോപിക്കുവാൻ സാധിക്കും. പുതിയ കാര്യങ്ങളോട് താല്പര്യം കൂടുമ്പോഴും പഴമയെ ചേർത്ത് പിടിക്കുവാൻ കഴിയുന്നതാണ്. സാമൂഹ്യമായ രംഗത്ത് ആദരം ലഭിക്കുന്നതാണ്. വ്യാഴം 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സൽക്കർമ്മങ്ങൾക്കായി ചെലവധികരിക്കുവാൻ സാധിക്കും. ഗുരുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിച്ച് മുന്നേറുന്നതിൽ അഭിമാനിക്കുവാൻ കഴിയുന്നതാണ്. രാഷ്ട്രീയക്കാർക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികം പിന്തുണ വന്നു ചേരും. കെട്ടിട നിർമ്മാണത്തിനുള്ള ധനം സമാഹരിക്കുവാൻ കഴിയുന്നതാണ്. വിവാഹാലോചനകൾ പതുക്കെയാകും. പ്രണയാനുഭവങ്ങളിലും തടസ്സം വരുവാൻ ഇടയുണ്ട്. കലാകാരന്മാർക്ക് അവസരങ്ങൾ വർദ്ധിക്കുന്ന കാലം കൂടിയാണ്. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്.
പൊതുകാര്യങ്ങൾ തുടങ്ങുവാനും നടപ്പിലാക്കിയവ മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും. അധികാരികളുടെ പ്രോത്സാഹനം ലഭിക്കുന്നതാണ്. തൊഴിലിടത്തിൽ കുറച്ചൊക്കെ സമ്പത്ത് സ്വരൂപിക്കുവാൻ കഴിയും. നക്ഷത്രാധിപനായ ശുക്രൻ നീചത്തിലാകിയാൽ മാസാദ്യം പ്രേമരംഗം ഉദാസീനമാകും. ഏഴിൽ രാഹു തുടരുന്നതിനാൽ ദാമ്പത്യത്തിലും ചില സ്വരഭംഗങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശയാത്രയിലെ പുതിയ നിയമങ്ങൾ ചെറുപ്പക്കാരെ നിരാശപ്പെടുത്തും. വാടകക്കാരെ സമ്മർദ്ദം ചൊലുത്തി ഒഴിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. തീർത്ഥാടനങ്ങൾക്ക് സന്ദർഭം വന്നെത്തും. വിരുന്നുകാരെ സൽക്കരിച്ച് നല്ല ആതിഥേയരെന്ന പെരുമ നേടുവാൻ കഴിയുന്നതാണ്. പഴയ ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണിയുടെ ചിലവ് വലുതാകുന്നതിൽ മനക്ലേശം ഭവിക്കുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. ചിങ്ങരാശിക്കാർക്ക് ആദിത്യൻ അനുകൂലമായ അവസ്ഥയിലാക്കിയാൽ വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സാഹസ കർമ്മങ്ങളിലും മത്സരങ്ങളിലും വിജയം ഉറപ്പാണ്. ഭൂമി വ്യാപാരത്തിൽ വിജയം പ്രതീക്ഷിക്കാം. സ്ത്രീകളുടെ പിന്തുണ നിർലോഭം വന്നുചേരും. വ്യാഴം 12-ലാകിയാൽ നല്ല കാര്യങ്ങൾക്കായി മനസ്സറിഞ്ഞ് ധനം ചെലവഴിക്കുവാൻ കഴിയും. ദൂരയാത്രകൾ പ്രതീക്ഷിക്കുന്നവർക്ക് അതിനാകും അവസരം. കന്നി രാശിക്കാർക്ക് വ്യാഴം 11-ലാകിയാൽ ധനക്ലേശത്തിന് പരിഹാരമുണ്ടാകും. കച്ചവടത്തിൽ നിന്നും ആദരം ഉയരുന്നതാണ്. സമൂഹത്തിൻ്റെ ബഹുമാന്യത വന്നു ചേരും. ഗ്രന്ഥ പൂർത്തീകരണം സാധ്യമാകും. വിലപ്പെട്ട പാരിതോഷികങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ്. അവിവാഹിതർക്ക് വിവാഹസിദ്ധി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ സന്താനങ്ങൾക്കും മാതാപിതാക്കൾക്കും ശ്രേയസ് ഭവിക്കുന്ന കാലമാണ്. ചൊവ്വ 2-ാം ഭാവത്തിലാക്കിയാൽ പരുഷമായ വാക്കുകൾ പറയേണ്ടി വരും. കലഹബുദ്ധി നിയന്ത്രിക്കുന്നതും ഗുണകരമാകും. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. 11-ാം വ്യാഴം കാലം കുറഞ്ഞ ദിനമാണെങ്കിലും അർത്ഥദീർഘം എന്ന ചൊല്ലുപോലെ ഗുണകരമാകുന്നത് അത്തം നക്ഷത്ര ജാതകർക്കാണ്. ആഗ്രഹ സാഫല്യം കൈവരും. പ്രണയിക്കുന്ന ആളുകൾക്ക് വിവാഹത്തിലൂടെ ഒന്നിക്കുവാൻ കഴിയുന്നതാണ്. പുതിയ തൊഴിൽ തുടങ്ങുവാൻ സാധിക്കും. നിലവിലെ ഉപജീവന മാർഗം വളരെയധികം പുഷ്ടിപ്പെടുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് വേതന വർധനവോ പദവിയിൽ വളർച്ചയോ പ്രതീക്ഷിക്കാം. ധനപരമായി ഇതുവരെ ഉണ്ടായിരുന്ന പിരിമുറുക്കങ്ങൾക്ക് അയവ് ഉണ്ടാകുന്നതാണ്. ആദിത്യൻ, ചൊവ്വ എന്നിവർ 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വാക്കുകൾക്ക് പാരുഷ്യമേറും. മേലധികാരിയുടെ അപ്രീതിക്ക് പാത്രമാകേണ്ടി വരും. ശുക്രൻ സുഖഭോഗങ്ങൾ, കവിത്വസിദ്ധി, പാരിതോഷിക ലബ്ധി എന്നിവയരുളുന്നതാണ്. രാഹു പരിശ്രമങ്ങളെ ഫലവത്താക്കും. കൂട്ടുകച്ചവടം ഗുണം ചെയ്തേക്കില്ല. വിദേശയാത്ര വൈകുന്നതാണ്. വയോജനങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുന്നതും ഗുണകരമാകും. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. കന്നി രാശിക്കാർക്ക് ഗുരു 11-ൽ സഞ്ചരിക്കുന്നതിൻ്റെ ആനുകൂല്യങ്ങൾ വന്നുചേരും. ധനസ്ഥിതി വർദ്ധിക്കുന്നതാണ്. കടങ്ങൾ കിട്ടും. പഴയ കടബാധ്യതകളിൽ ചിലത് തീർക്കുവാൻ സാധിക്കുന്നതാണ്. ജന്മശുക്രൻ സുഖഭോഗങ്ങൾക്ക് കാരണമാകും. സ്ത്രീ സൗഹൃദത്തിൽ വളരെയധികം സന്തോഷിക്കുവാനുള്ള ദിവസങ്ങൾ വന്നുചേരും. എന്നാൽ നിങ്ങളുടെ തൊഴിലിടത്തിൽ ഗുണപരമായ മാറ്റങ്ങളൊന്നും വന്നുചേരില്ല. എതിരാളികൾ സൃഷ്ടിക്കുന്ന ഉപാജപങ്ങളെ അധികാരികൾ വിശ്വസിക്കുവാൻ ഇടവരുന്നതാണ്. തുലാം രാശിക്കാർക്ക് ദിശാബോധം കുറയുവാനിടയുണ്ട്. കാര്യമായി ആസൂത്രണം ഉണ്ടാകില്ല. കാര്യനിർവഹണം മിക്കപ്പോഴും വന്നപാട് ചന്തം എന്ന മട്ടിലാകുന്നതാണ്. കുടുംബത്തിൻ്റെ പിന്തുണ പ്രതീക്ഷിക്കാം. ചെറുകിട സംരംഭങ്ങൾ മോശമാവില്ല. ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഗുണമുണ്ടാകുന്ന കാലമാണ്. വാഗ്ദാനങ്ങൾ അവസാന നിമിഷം പാലിക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. ജന്മത്തിൽ ആദിത്യനും ചൊവ്വയും ബുധനും സഞ്ചരിക്കുന്നു. 9-ാം ഭാവത്തിൽ നിന്നും വ്യാഴം 10-ാം ഭാവത്തിലേക്ക് മാറുന്ന കാലമാണ്. ഗ്രഹങ്ങളുടെ ഇപ്രകാരമുള്ള സഞ്ചാരത്താൽ മനക്ലേശം, പദവിയിൽ ചാഞ്ചല്യം, യാത്രാ ദുരിതം എന്നിവ ഭവിക്കാം. തൊഴിൽപരമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് യാതൊരു രീതിയിലും ആശ്വാസകരമാകില്ല.
പുതിയ ജോലി കിട്ടുവാൻ വൈകുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. രോഗികൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട കാലമാണ്. മത്സരങ്ങളിൽ തോൽവി വരുവാൻ ഇടയുണ്ട്. എതിർക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ്. മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ശുക്രൻ, ചൊവ്വ, ബുധൻ എന്നീ ഗ്രഹങ്ങൾ മാറ്റം വരുന്നത് കൂടുതൽ അനുകൂല ഫലങ്ങൾക്ക് കാരണമാകും. പിരിമുറുക്കത്തിന് അയവുണ്ടാകും. ആരോഗ്യ കാര്യങ്ങളിൽ സ്വസ്ഥത പ്രതീക്ഷിക്കാം. പ്രണയ അനുഭവങ്ങൾ പുഷ്കലമാകുന്നതാണ്. നിങ്ങൾ ഏറ്റെടുത്ത ദൗത്യങ്ങൾ വിജയിപ്പിക്കുവാൻ കഴിയും. ധനാഗമം സുഗമമാകുകയും ചെയ്യുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. അപ്രസക്ത കാര്യങ്ങൾക്ക് നേരവും ഊർജവും ചെലവഴിക്കേണ്ടി വരും. പുതിയ ജോലികൾക്ക് ശ്രമിക്കുന്നവർക്ക് അവസരം ലഭിക്കുന്നതാണ്. വേതന വർധനവ് ആവശ്യപ്പെടുമെങ്കിലും വർദ്ധിക്കുവാൻ ഇടയുള്ള കാലമല്ല. പ്രമോഷന് വേണ്ടി ഇനിയും കാത്തിരിക്കേണ്ടി വരുന്നതാണ്. ബന്ധുതർക്കങ്ങളിൽ മൗനം അവലംബിക്കുന്നതാണ് ഉചിതം. ഗവേഷകർക്ക് പ്രോത്സാഹനം വർദ്ധിക്കും. കൃഷിക്കാര്യങ്ങളിൽ താൽപ്പര്യമേറുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടി വരും. ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റുകൾക്ക് പരിശീലനം തേടേണ്ടി വരുന്നതാണ്. കടം വീട്ടുവാൻ സമ്മർദ്ദമുണ്ടാകുന്നതാണ്. ചർച്ചകളിൽ ക്ഷോഭിച്ച് സംസാരിക്കേണ്ടി വരും. കൂട്ടുകെട്ടുകളുടെ കാര്യത്തിൽ വളരെയധികം കരുതലുണ്ടാകണം. സാക്ഷി പറയുക, ജാമ്യം നിൽക്കുക എന്നിവയെല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. വ്യാഴം 9-ാം ഇടത്തിൽ ഉച്ചസ്ഥനാക്കുകയാൽ ഭാഗ്യാനുഭവങ്ങൾ വന്നെത്തുന്നതാണ്. ചിട്ടി, ലോട്ടറി, ലോൺ, ഇൻഷുറൻസ്, നറുക്കെടുപ്പ് എന്നിവയിലൂടെ ധനാഗമം പ്രതീക്ഷിക്കാം. പിതാവിന് നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. കടലാസിലെ അധികാരങ്ങളും അവകാശങ്ങളും അനുഭവത്തിലെത്തുന്നതാണ്. ജോലിയിൽ വളരെയധികം ഉയർച്ച പ്രതീക്ഷിക്കാം. പ്രാവീണ്യം സ്വയം തിരിച്ചറിയുവാൻ കഴിയും. ഒപ്പമുള്ളവരും അവ മനസ്സിലാക്കുന്നതാണ്. പ്രണയം വിവാഹത്തിലൂടെ സഫലമാകുന്നതാണ്. ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. വില കൂടിയ വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കുവാൻ ഇടയുണ്ട്. ദൈവിക കാര്യങ്ങളിൽ ഉണർവുണ്ടാക്കുന്നതാണ്. 12-ൽ കുജനും ആദിത്യനും സഞ്ചരിക്കുകയാൽ ഔദ്യോഗികമായി ചില സ്വൈര്യക്കേടുകൾ വന്നെത്തും. 4-ലെ രാഹുസ്ഥിതിയാൽ മനസമാധാനം കുറയുവാനിടയുണ്ട്. അലച്ചിലുണ്ടാകുന്നതാണ്. വസ്തു സംബന്ധിച്ച തർക്കങ്ങൾക്കും സാധ്യത വന്നു ചേരും. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. ആദിത്യനും ചൊവ്വയും ബുധനും 12-ലാകിയാൽ തൊഴിൽ രംഗത്ത് തടസ്സങ്ങളുണ്ടാകും. കാര്യപ്രാപ്തിക്ക് യാത്രകൾ വേണ്ടി വരുന്നതാണ്. ആവർത്തിത ശ്രമങ്ങൾ മനസ്സിനെ മടുപ്പിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പ്രൊജക്റ്റുകൾ, അസൈൻമെൻറ്റുകൾ മുതലായവ ദുഷ്കരമായി അനുഭവപ്പെടും. ശുക്രൻ 11-ലും വ്യാഴം 9-ാം ഇടത്തിലുമാകിയാൽ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. ധനപരമായി വളരെയധികം നേട്ടങ്ങൾ കരഗതമാകുന്നതാണ്. ദൈവിക കർമ്മങ്ങൾക്ക് നേരം കണ്ടെത്തുവാൻ കഴിയും. ഉത്സവാദികൾ നടത്തിപ്പിൻ്റെ ചുമതല ഏറ്റെടുക്കേണ്ട സാഹചര്യം സംജാതമാകുന്നതാണ്. ഭൗതിക നേട്ടങ്ങൾ, ഭോഗസുഖം, വിലപിടിച്ച വസ്തുക്കൾ പാരിതോഷികങ്ങളായി ലഭിക്കുക എന്നിവ നിങ്ങളുടെ അനുഭവത്തിൽ വന്നുചേരും. കലാപ്രവർത്തനം ഊർജിതമാകും. കുടുംബങ്ങളുടെ നിർലോഭമായ പിന്തുണ എല്ലാ കാര്യങ്ങളിലും വന്നു ചേരുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ, ചൊവ്വ, ബുധൻ എന്നീ ഗ്രഹങ്ങൾ 11-ലാണ്. അതേസമയം വ്യാഴം അഷ്ടമത്തിലേക്ക് രാശി മാറുകയും ചെയ്യുന്നുണ്ട്. അനുകൂല ഫലങ്ങൾ തന്നെയാണ് മുൻതൂക്കം. ജോലിയിൽ സ്ഥാനക്കയറ്റമുണ്ടാകും. സംഘടനകളിൽ ഉയർന്ന പദവി കൈവരുന്നതാണ്. പിതാവിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഭൂമിയിൽ നിന്നും ആദായം വന്നെത്തും. ശത്രുക്കളെയെല്ലാം തള്ളിക്കളയുവാൻ സാധിക്കുന്നതാണ്. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. വിജ്ഞാന സമ്പാദനത്തിനുള്ള വഴികൾ തുറക്കപ്പെടുന്നതാണ്. വ്യാഴം 8-ാം ഇടത്തിലാണെങ്കിലും ഉച്ചഭാവത്തിലിരുന്നുള്ളത് വളരെയധികം ഗുണകരമാണ്. ധനുരാശിയുടെ അധിപനുമാണല്ലോ. അതിനാൽ തന്നെ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടായാലും അവയെ വേഗം തന്നെ മറികടക്കുവാൻ കഴിയും. അല്പം ക്ലേശിച്ചിട്ടായാലും ലക്ഷ്യമാണ്. ഭൗതികമായ സാഹചര്യം ഉയരുന്നതാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. ഗ്രഹാനുകൂല്യം പ്രയോജനപ്പെടുത്തേണ്ട സന്ദർഭമാണ്. 11-ാം ഭാവത്തിലെ ഗ്രഹാധിക്യം അപ്രതീക്ഷിത നേട്ടങ്ങൾക്കും കാര്യലാഭത്തിനും ധനനേട്ടത്തിനും കാരണമാകും.
ചെറിയ പരിശ്രമങ്ങളാൽ തന്നെ വലിയ നേട്ടങ്ങളുണ്ടാകും. രാഷ്ട്രീയ പ്രവർത്തനമോ പൊതുപ്രവർത്തനമോ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ്. രോഗാവസ്ഥയിൽ വിഷമിക്കുന്ന ആളുകൾക്ക് രോഗം പെട്ടെന്ന് തന്നെ ഭേദമാകും. വ്യവഹാരങ്ങളിൽ അനുകൂലമായി വിധി സമ്പാദിക്കുവാൻ കഴിയുന്നതാണ്. പ്രണയത്തിന് വിവാഹ സാഫല്യം കൈവരുന്നതാണ്. വ്യാഴം പ്രതികൂലമായ അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കുകയാണെങ്കിലും ഉച്ചസ്ഥനാകയാൽ താരതമ്യേന വളരെയധികം ഗുണഫലങ്ങൾ വന്നുചേരുന്ന കാലമാണ്. ധാർമ്മികത കൈവിടിയില്ല. കുടുംബ അന്തരീക്ഷം സൗഖ്യമുള്ളതാകും. സാമ്പത്തികമായ ബാധകൾ പരിഹരിക്കുവാനുള്ള വഴി തെളിയുന്നതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. പല നിലയ്ക്കും വിജയിക്കുവാൻ കഴിയുന്ന കാലമാണ്. തൊഴിൽ തേടുന്നവർക്ക് അവസരങ്ങൾ തുറന്നു കിട്ടും. ഗുണകരമായ അനുഭവങ്ങളാൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. ദുർഘട ദൗത്യങ്ങളിലൂടെ ക്ഷമാപൂർവമുള്ള പ്രയത്നത്തിലൂടെയും നിർവഹണത്തിലെത്തുവാൻ സാധിക്കും. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ധനവരവ് മോശമാകില്ല. തീരുമാനങ്ങൾ ഏകപക്ഷീയമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണ്ടതുണ്ട്. കുടുംബത്തിൻ്റെ പിന്തുണയുണ്ടാകും. അധികാരികളുടെ സമീപനം പ്രോത്സാഹനമായിരിക്കും. വസ്തുവിൽ നിന്നുള്ള ആദായം വർദ്ധിക്കുന്നതാണ്. അവിവാഹിതർക്ക് വിവാഹം തീരുമാനിക്കപ്പെടുന്നതാണ്. മാനസികമായി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ക്ലേശങ്ങൾക്കും പരിഹാരം വന്നുചേരും. നീതി നിഷേധങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ മടിക്കുന്ന കാലമല്ല. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. ഏഴാം ഇടത്തിലെ വ്യാഴമാറ്റം അനുകൂലമായ ഫലങ്ങൾ സമ്മാനിക്കും. തടസ്സങ്ങൾ താനെ നീങ്ങുന്നതാണ്. പത്തിലെ ആദിത്യൻ പ്രവൃത്തികളിൽ വിജയാന്തരീക്ഷം സമ്മാനിക്കും. കുടുംബത്തിൽ ഉയർന്നു വന്ന വിയോജിപ്പുകളെല്ലാം മാറിക്കിട്ടുന്നതാണ്. ധനമാർഗം സുഗമമാകും. പുതിയവ പഠിക്കും. അവ പ്രാവർത്തികമാക്കുവാൻ ഉത്സുകതയേറുന്നതാണ്. അന്യദേശ യാത്രകൾ നടത്താനുള്ള അവസരം വന്നുചേരും. അവ കൊണ്ട് പ്രയോജനം ഭവിക്കുന്നതാണ്. വിദ്യാഭ്യാസത്തിലും ഗവേഷണത്തിലും ഏകാഗ്രത വർദ്ധിക്കുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് വീട്ടുകാരുടെ പിന്തുണ ലഭിക്കുന്നതാണ്. മാലയോഗം തെളിയുന്ന കാലം കൂടിയാണ്. നവസംരംഭങ്ങൾക്ക് രജിസ്ട്രേഷൻ ലഭിക്കുന്നതാണ്. പൊതുവാഹനം വാങ്ങുവാനുള്ള ഭാഗ്യമുണ്ട്. പല കോണുകളിൽ നിന്നും പിന്തുണ വന്നു ചേരും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. കുംഭരാശിക്കാർക്ക് കാര്യങ്ങൾ നേടുവാൻ കൂടുതൽ പരിശ്രമം ആവശ്യമായി വരും. കഴിവുകൾ അംഗീകരിക്കപ്പെടണമെന്നില്ല. അനർഹർക്ക് പരിഗണന കിട്ടുന്നത് മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്. എങ്കിലും ചെറുകിട സംരംഭങ്ങൾ ലാഭകരമായി തുടരുവാൻ കഴിയും. കരാറുകൾ നീട്ടിക്കിട്ടുവാൻ ഇടയുണ്ട്. വഴിയോര കച്ചവടം, ദിവസവേതനക്കൂലി, കമ്മീഷൻ വ്യവഹാരം എന്നിവയിൽ നിന്നും ആദായമുണ്ടാകും. മകരരാശിക്കാർക്ക് മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കുവാൻ സാധിക്കുന്നതാണ്. വിദേശ ജോലി തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. മേലധികാരികളുടെ അനുഭാവം ലഭിക്കുന്നതാണ്. സ്വന്തം കാര്യങ്ങൾക്ക് മുന്നത്തേതിലും സമയം നീക്കിവെക്കുവാൻ സാധിക്കും. ബൗദ്ധികമായ ഉണർവുണ്ടാകുന്നതാണ്. വായ്പകൾക്കുള്ള ശ്രമം ഫലവത്താകും. ചെറുപ്പക്കാരുടെ വിവാഹ സ്വപ്നങ്ങൾ സഫലമാകുന്നതാണ്. ധനപരമായി വളരെയധികം സംതൃപ്തി ഭവിക്കുന്ന കാലമാണ്. കലാരംഗത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രശംസിക്കപ്പെടുന്നതാണ്. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. ആറാം ഇടത്തിലേക്ക് വ്യാഴം മാറുന്നു. ഭാഗ്യഭാവത്താൽ പാപഗ്രഹങ്ങളുണ്ട്. രാഹു ജന്മരാശിയിലും ശനി രണ്ടാമിടത്തും സഞ്ചരിക്കുന്നു. ഈ ഗ്രഹനില വ്യക്തമാക്കുന്നത് ചതയം നാളുകാർ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും കൂടി കടന്നു പോകുന്ന കാലമാണ്. അത്യധ്വാനം വേണ്ടിവരും. കാര്യസാധ്യത്തിനു വേണ്ടി കർമ്മ മേഖലയിൽ തടസ്സങ്ങൾ ഭവിക്കുന്നതാണ്. വളരെയധികം ദേഹക്ലേശമുണ്ടാകാം. പിതാവിന് അത്ര നല്ല കാലമല്ല. പാരമ്പര്യത്തോട് പുച്ഛം തോന്നുവാൻ ഇടയുണ്ട്. പ്രണയം തടസ്സപ്പെടുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ സ്വാസ്ഥ്യം കുറയുന്ന കാലമാണ്. തുലാം 20-ന് ശേഷം അല്പം ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. മാനസിക സമ്മർദ്ദം കുറഞ്ഞു തുടങ്ങും. തൊഴിലിടത്തിൽ സഹകരണ അന്തരീക്ഷം സംജാതമായേക്കും. ധനവരവിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. നിലപാടുകൾക്ക് സ്വീകാര്യത കൈവരുന്നതാണ്. അടുത്തത് പൂരുട്ടാതി നക്ഷത്ര ജാതകരാണ്.
ശനിയും രാഹുവും ജന്മനക്ഷത്രത്തിലൂടെ മുൻപിൻ സഞ്ചാരങ്ങൾ നടത്തുന്നതിനാൽ സമ്മർദ്ദങ്ങൾ ഒഴിയില്ല. എന്നാൽ പൂരുരുട്ടാതിയുടെ അധിപനായ വ്യാഴം ഉച്ചത്തിലാകിയാൽ ഗുണാനുഭവങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സാമൂഹികമായ അംഗീകാരം കൈവരും. ഋണബാധ്യതകൾ സംബന്ധിച്ച കാര്യങ്ങൾ കുടുംബാംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. വ്യാപാരത്തിനായി യാത്ര വേണ്ടിവരും. സർക്കാർ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. വ്യാപാരം പകരക്കാരെ ഏൽപ്പിക്കുന്നത് വളരെയധികം കരുതലോടെ വേണം. പൊതുകാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്ന കാലമാണ്. എന്നാൽ രാഷ്ട്രീയമായ നിലപാടുകൾ എതിരാളികളെ സമ്മാനിക്കുന്നതാണ്. വസ്തുവിൽപ്പന നീളുവാൻ ഇടയുണ്ട്. കരാറുകളുടെ വ്യവസ്ഥകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് ഗുണകരമാകും. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. വ്യാഴം പഞ്ചമഭാവത്തിലേക്ക് വരികയാൽ നിങ്ങളുടെ ക്രിയാപരത വർദ്ധിക്കും. സാഹിത്യം, കല എന്നീ രംഗങ്ങളിൽ ശോഭിക്കുവാൻ കഴിയുന്നതാണ്. ധാരാളം അവസരങ്ങൾ കൈവരുന്ന കാലമാണ്. പുണ്യകർമ്മങ്ങൾ ചെയ്യുവാൻ അവസരം ഭവിക്കുന്നതാണ്. മക്കളുടെ ശ്രേയസ്സിൽ സന്തോഷത്തിന് കാരണമാകും. അവരുടെ പഠനം, തൊഴിൽ, വിവാഹം ഇവയിൽ അഭ്യുദയം പ്രതീക്ഷിക്കാം. തൊഴിൽപരമായ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാകുന്ന കാലം കൂടിയാണ്. മേലധികാരികൾക്ക് നീരസം തോന്നാം. കഠിനമായ ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതാണ്. യന്ത്രം, വാഹനം, അഗ്നി മുതലായവയുടെ ഉപയോഗത്തിൽ വളരെയധികം കരുതൽ വേണം. കെട്ടിട നിർമ്മാണത്തിന് പണം കണ്ടെത്തുവാൻ ക്ലേശിക്കേണ്ടി വരും. അനാവശ്യമായ വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് ഗുണകരമാകും. വിദേശ യാത്രയ്ക്കായുള്ള അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പ് ഇനിയും തുടരേണ്ടി വരുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. പുതിയ ജോലിക്കായുള്ള പരിശ്രമം നീളുന്നതാണ്. സംരംഭങ്ങൾക്കുള്ള അംഗീകാരത്തിന് ആവശ്യമായുള്ള രേഖകൾ വീണ്ടും സമർപ്പിക്കേണ്ടി വരും. ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതലകളും ജോലി ഭാരവും വന്നുചേരും. പ്രതീക്ഷിച്ച വേതന വർധനവ് ലഭിക്കണമെന്നില്ല. ഏജൻസികൾ തുടങ്ങുവാൻ സാധിക്കും. വലിയ തോതിൽ പണം ചെലവഴിക്കുന്നത് ആശ്വാസകരമാകില്ല. വിദ്യാർത്ഥികളുടെ പഠന താല്പര്യം വീണ്ടും ഉയരുന്നതാണ്. കായിക കലാ മത്സരങ്ങൾക്കുള്ള പരിശീലനവും പ്രോത്സാഹനവും വന്നുചേരും. പ്രണയിക്കുന്ന ആളുകൾക്ക് വിഘ്നങ്ങൾ മാറിക്കിട്ടുന്നതാണ്. സന്താന കാര്യത്തിൽ നല്ല വാർത്ത ശ്രവിക്കുവാൻ കഴിയുന്നതാണ്. പാരമ്പര്യത്തിൽ അഭിമാനിക്കാവുന്ന സാഹചര്യം ഉടലെടുക്കുന്നതാണ്. ഗൃഹനിർമ്മാണത്തിന് ഇപ്പോൾ മുതിരാതിരിക്കുന്നതാണ് കരണീയം. ക്ഷേത്രാടനവും ദൈവിക സമർപ്പണങ്ങളും സമാധാനം സമ്മാനിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.